ഈ ഇസ്ലാമിസ്റ്റുകളുടെ അസഹിഷ്ണുത മറ്റൊരു തരത്തിലേക്ക്, കാരണം ഹൈന്ദവ വിശ്വാസത്തോട്, ഹൈന്ദവ ദൈവങ്ങളോട് എന്തുമാകാമെന്നുള്ള ഒരു പ്രവണത ചില കോണുകളിലുണ്ടല്ലേ? അതെ, തീർച്ചയായും. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ജനം TV പ്രേക്ഷകർക്കായി പുറത്തുവിടുന്നത്. ആലപ്പുഴ ചേർത്തലയിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും കൃഷ്ണ ഭഗവാനെയും അവഹേളിച്ച മുസ്ലിം ലീഗ് നേതാവിന്റെ സ്ഥാപനം മാംസാഹാരത്തിലേക്ക് നോക്കിയിരിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ ചിത്രം ഉൾപ്പെടുത്തി വിഷുദിനത്തിൽ പരസ്യം നൽകി. വടക്കേ അങ്ങാടിക്കവല സെൻട്രൽ ജുമാ മസ്ജിദിന് സമീപം പ്രവർത്തിക്കുന്ന മെഹർ എന്ന സ്ഥാപനമാണ് വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന പരസ്യം നൽകിയത്. പ്രതിഷേധവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം വെണ്ണ മാത്രം കഴിക്കുന്ന കണ്ണെന്ന് കേരളത്തിലല്ല ലോകം മുഴുവൻ അറിയാം എല്ലാവർക്കും. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ മാംസാഹാരം കഴിക്കുന്ന കൃഷ്ണനെ ഇത്തരത്തിൽ അവതരിപ്പിച്ചു? അത് തീർച്ചയായും ആചാര ലംഘനമാണ്. ഹിന്ദുക്കളെ പാടെ അവഹേളിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് കണ്ണടച്ച് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വർഗീയ വിഷം വമിപ്പിച്ച ഈ കേരളത്തിന്റെ നമുക്ക് എന്താ പറയുന്നത്, കേരളത്തിലെ ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ തന്നെയാണോ തീരുമാനം? അശ്വതി, ഇത് സമൂഹത്തിൽ വലിയ രീതിയിൽ മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ തന്നെയാണ് ഹൈന്ദവ വിശ്വാസത്തെയും അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും എല്ലാം അവഹേളിച്ചുകൊണ്ട് ഇത്തരമൊരു പരസ്യം നൽകുമ്പോൾ അത് കേവലം ആ സ്ഥാപനത്തിൻ്റെ പ്രസക്തിക്കോ പ്രചരണത്തിനോ വേണ്ടി മാത്രമാണെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. ഇത് ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള സമൂഹത്തിൽ വിദ്വേഷം പരത്തുക എന്ന ലക്ഷ്യത്തോടുള്ള ഒരു സമീപനമായി തന്നെ കാണേണ്ടി വരും. കാരണം ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ താഴെ തന്നെ വരുന്നുണ്ട്, ഏതെങ്കിലും മുസ്ലിം ഒരു ആഘോഷ സമയത്ത് അത് പന്നിയിറച്ചിയുടെ ഒരു പരസ്യം ഇത്തരത്തിൽ കൊടുത്താൽ അത് സ്വീകരിക്കുമോ, അതിനെ സഹിഷ്ണുതയോടെ കാണാൻ സാധിക്കുമോ നിങ്ങൾക്ക് എന്ന തരത്തിൽ പോലും ഉള്ള ചിന്തകൾ വരുമ്പോൾ അത് അത്തരം ചിന്തകൾ ജനിപ്പിക്കുക, സമൂഹത്തിൽ ഇത്തരം തീവ്രവാദ രീതിയിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. ഇത് ഒട്ടും സതുദ്ദേശത്തോടെ ഉള്ളതായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സുധീഷ്, ഈ പ്രതിഷേധം ശക്തമാകുമ്പോൾ ഈ ഹോട്ടൽ ഉടമയുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? KP ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ ഇല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്താനോ ഒന്നും തന്നെ അവർ തയ്യാറായിട്ടില്ല. അവരുടെ സ്ഥാപനം ഇന്നലെ രാത്രിയിലും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഏത് അവഹേളനവും സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള പ്രത്യാഘാതവും ഉണ്ടാക്കില്ല, ഇല്ലെങ്കിൽ തങ്ങളെ ഇതിൻ്റെ പേരിൽ ആരും ഒന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഒട്ടും സതുദ്ദേശപരമല്ല ഒരു പരസ്യമായിരുന്നു ഇത്. ഒരു തരത്തിലും അത്തരത്തിലൊരു പരസ്യം ഇന്നുവരെയും കേട്ടുകേൾവി ഇല്ലാത്ത ഒരു സമീപനം തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സ്ഥാപനം മാത്രമാണോ, ഈ സ്ഥാപനത്തിന് പിന്നിൽ മറ്റ് ആരെങ്കിലും ഉണ്ടോ, ഗൂഢാലോചനയുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു ശാന്തമായി പോകുന്ന ഒരു സമൂഹത്തിലേക്ക് മതവിദ്വേഷം കലർത്തിക്കൊണ്ട് വർഗീയ കലാപമടക്കം സൃഷ്ടിക്കാൻ പോകുന്ന തരത്തിലായിരുന്നു ഈ പരസ്യ പ്രചരണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഒരു കുഴിമന്തിയും ചിക്കനും വെച്ചിട്ട് അതിലേക്ക് കൊതിയോടെ നോക്കിയിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം വെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പരസ്യം ചെയ്തത്. അത് ഒരു ഹൈന്ദവ വിശ്വാസിക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മളൊക്കെ വിഷുദിനത്തിൽ വ്രതം നോക്കി ആ രീതിയിൽ സമീപിക്കുമ്പോൾ, വിശ്വാസികൾ ആ രീതിയിൽ സമീപിക്കുമ്പോൾ അതിന് നേർവിപരീതമായി ഇത്തരത്തിൽ പരസ്യം ചെയ്തുകൊണ്ട് ഉള്ള ഒരു നീക്കം അത് ആ സ്ഥാപനത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ പ്രതികൂലമായി ബാധിക്കും എന്ന് ബോധ്യമുണ്ടാവുന്ന ഒരു സാഹചര്യത്തിലും അത്തരം പരസ്യം ചെയ്യുമ്പോൾ അതിന് പിന്നിലെ ഉദ്ദേശ ശുദ്ധിയെയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഇത് സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. ഇന്ന് വൈകിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ റാലിയും സമ്മേളനവും ചേർത്തലയിൽ നടക്കുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിലാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നിയമപരമായും ഇതിനെതിരെ ശക്തമായ പോരാട്ടത്തിനാണ് ഹൈന്ദവ സംഘടനകൾ തയ്യാറായിട്ടുള്ളതും. KP സുധീഷ്, ഇവിടെ ഇത്തരത്തിൽ ഈ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യം ഇറക്കുന്നു, അതിന് പ്രചാരണം നൽകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ചില ഭാഗത്തിനുമുണ്ടാകുന്നു. അപ്പോഴും ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇത് മറ്റൊരു മതവിഭാഗത്തിൻ്റെ ഒരു
ആ രീതിയിലുള്ള ഒരു ചിത്രമാണെങ്കിൽ എത്രത്തോളം കോലാഹലം ഇവിടെ ഇതിനകം തന്നെ ഉയർന്നു വരും എന്ന് നമുക്കറിയാം. പക്ഷേ അവിടുത്തെ ഭരണകൂടം, ജനപ്രതിനിധികളടക്കം ഇതിനെ മൗനം അവലംബിക്കുകയാണ്. കാരണം ഒരു എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, ഇതാരെയും ഇത് ചെയ്ത ആരെയും നമുക്ക് ഒന്നും വിമർശിക്കേണ്ടതില്ല എന്ന സമീപനം തന്നെയാണോ അവിടുത്തെ ജനപ്രതിനിധികൾ? സ്വാഭാവികമായും ഈ ഭരണം കൈയാളുന്ന CPM-ന്റെ ഭാഗത്തിനും അവരും ഇതിനൊത്താശ ചെയ്യുന്ന സമീപനം തന്നെയാണ് സ്വാഭാവികമായും സ്വീകരിക്കുന്നത് ഈ ഒരു വിഷയത്തിലും, അല്ലേ? KP, ഇതിനെ CPM-നെ മാത്രമല്ല പറയേണ്ടത്. നമുക്കറിയാം, ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിക്കുന്നതിന് വലിയ അസഹിഷ്ണുതയോടെ കണ്ട കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ മണ്ഡലത്തിലാണ് ഇത്തരമൊരു സംഭവം നടന്നിട്ടുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനോ ഇല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനോ ഇത് തെറ്റാണെന്ന് പറയുന്നതിനോ ഈ മന്ത്രി പി പ്രസാദ് തയ്യാറായിട്ടില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇത് സംബന്ധിച്ച ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ ആഭ്യന്തര വകുപ്പ് അടക്കമുള്ള സംസ്ഥാന സർക്കാരിനും ഇതിൽ ബാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരിടപെടലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. സംസ്ഥാനത്തെ മറ്റ് CPM-ന്റെ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസും മൗനം പാലിക്കുന്നു. ഇത് ഈ സ്ഥാപനം നടത്തുന്നത് തന്നെ മുസ്ലിം ലീഗ് നേതാവിൻ്റെ മകൻ്റെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ UDF-ഉം പൂർണ്ണമായും മൗനം പാലിച്ചുകൊണ്ട് ഹൈന്ദവർക്ക് നേരെയുള്ള ഇല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിന് നേരെയുള്ള ഈ കടന്നുകയറ്റത്തെ പൂർണ്ണമായും കണ്ടില്ല എന്ന് നടിക്കുന്ന സമീപനം തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹത്തിലെ മറ്റ് പലതിനുമെതിരെ വിമർശനം ഉന്നയിക്കുന്ന വിവിധ രംഗങ്ങളിലുള്ളവരുമെല്ലാം സ്വീകരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഹൈന്ദവ സംഘടനകൾക്ക് ഇത് സംബന്ധിച്ച് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനും ഇത്തരം പ്രവണതകളെ പൂർണ്ണമായും ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതും. KP, ഏതായാലും ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഇത്തരം കാഴ്ചകൾക്കെതിരെ, ഇത്തരം പ്രവണതകൾക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തിന് സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകും എന്ന കാര്യത്തിൽ ഒരു വിഭാഗം മതത്തെ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത് എന്നാണ് KP-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ചില അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭരണം കൈയാളുന്നവർ ഒന്നും മിണ്ടില്ല. കാരണം അവരുടെ പരിപൂർണ്ണ സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള ധൈര്യം ഇവർക്കുണ്ട്. മേ ബി ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ കപട പുരോഗമനവാദികളടക്കം ചിരിച്ചു തള്ളാനും കളിയാക്കാനും മാത്രമേ ശ്രമിക്കുള്ളൂ. ഇതിനുള്ളിൽ ചില വാസ്തവമുണ്ട് ഒളിഞ്ഞു കിടക്കുന്നത്. അതിനെപ്പറ്റി ആരും സംസാരിക്കാൻ തയ്യാറാകില്ല KP. ശരി, നമുക്ക് ഈ ഇത്രയും കുറെ നേരമായി നമ്മളിങ്ങനെ ചൂടുള്ള വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ടും മനസ്സിന് ഇതെന്താ ഈ സംഭവിക്കുന്നത് എന്നുള്ള ചിന്ത ഉണ്ടായി കാണും.